ഞാൻ പറയാം മമ്മൂക്കയൊക്കെ ഒരുപാട് സിനിമ കാണുന്ന ആള് പല ലാംഗ്വേജസിലും. അതെന്തുകൊണ്ടായിരിക്കും കാണുന്നത്? ഈ ഇത്രയും തിരക്കിനിടയിൽ അവര് പാഷനേറ്റ് ആയിട്ട് ഈ സിനിമകൾ മുഴുവൻ ഇരുന്ന് കാണുന്നത് ഒന്ന് നമ്മൾ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്, രണ്ട് എന്തൊക്കെ ടെക്നിക്കാലിറ്റീസ് ആണ് പുതിയത് വന്നിരിക്കുന്നത്. ഇതെല്ലാം ഒരു റിസർച്ച് പോലെയാണ്. ഒരു ആക്ടറൊക്കെ സിനിമകൾ കാണുന്നത് വെറും സിനിമ കാണുന്നതല്ല, അതിനോടുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഇഷ്ടം കൊണ്ടിട്ടാണ് അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും സിനിമയെ കുറ്റം പറയാൻ പറ്റാത്തത്, അതിനോടുള്ള ഒരു സ്നേഹം കൊണ്ടിട്ടാണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ട് തീർക്കാന്നാണ് വിചാരിക്കുന്നത്. ചേച്ചി അവതാരിക കൂടെ ആയിരുന്നു, പക്ഷെ അന്നത്തെ ആങ്കറിങ് രീതിയും ഇന്നിപ്പോ ഞാനിവിടെ ഇരിക്കുന്ന രീതിയും ഭയങ്കര ഡിഫറെന്റ് ആണ്. ചേച്ചി അതിനെ എങ്ങനെയാ നോക്കി കാണുന്നത്? അന്ന് പ്രിവെയിലിംഗ് ആയിട്ടുള്ള എല്ലാ ചാനൽസിലുള്ള എല്ലാ പ്രോഗ്രാംസും ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ചെയ്തത്. ഇപ്പൊ ആങ്കറിങ്ങിൽ കണ്ടുവരുന്ന ഒരു മാറ്റം എന്താണ്? പലപ്പോഴും അമിതമായിട്ട് പലരും പേഴ്സണൽ ലൈഫിലേക്ക് കടന്നു ചെല്ലുന്നു എന്നുള്ള ഏറ്റവും കംപ്ലൈന്റ് ഈ ജനറേഷനിലാണ് കേൾക്കുന്നത്. എനിക്ക് ചില ഇന്റർവ്യൂസിൽ ചില ആൾക്കാർ ചെയ്യുന്നത് അങ്ങനെ തോന്നിയിട്ടുണ്ട്. പേഴ്സണൽ ലൈഫിലേക്കാൾ ഉപരി ഇപ്പൊ എനിക്ക് മോളോട് ചോദിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ ഞാൻ ചോദിക്കാൻ പാടുള്ളൂ. ഞാൻ എന്നെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ, അത് എത്ര ക്ലോസ് ആണെങ്കിലും എത്ര പരിചയം ഉണ്ടെങ്കിലും, ബിക്കോസ് ദിസ് ഇസ് ഒരു പരിധിക്ക് മേലെ എന്റെ ജീവിതം ആർക്കും അറിയേണ്ട കാര്യമില്ല. നോബഡി ഈസ് ബോതേർഡ്, ആക്ച്വലി നോബഡി ഈസ് ബോതേർഡ്. എന്റെ പ്രശ്നങ്ങൾ, എന്റെ വിഷമങ്ങൾ എല്ലാം എന്റെയാണ്. അപ്പോ നമ്മൾക്ക് ചോദിക്കേണ്ട ഒരു രീതിയിൽ ഇപ്പൊ ചില കാര്യങ്ങൾ നമുക്ക് ചേച്ചി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചോട്ടെ എന്ന് ചോദിക്കുന്നതിൽ തെറ്റില്ല. അപ്പൊ ചിലപ്പോൾ എനിക്ക് ആൻസർ, ഞാൻ ചിലപ്പം ലൈവിൽ തന്നെ സോറി എനിക്ക് അതിനെ പറയാൻ ആഗ്രഹമില്ല എന്ന് പറഞ്ഞാൽ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് അതെന്റെ ബൗണ്ടറി ലൈനാണ്, പിന്നെ ചോദിക്കാൻ പാടില്ല. അതെന്തോ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്, അത് എനിക്ക് വേറൊരാൾ അറിയാൻ താല്പര്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതേപോലെ എനിക്ക് പിന്നെ ഒരു ഇന്റർവ്യൂ ഡിഫറെന്റ് ആക്കാൻ വേണ്ടി ഒരു ആവശ്യമില്ലാത്ത ബന്ധമില്ലാത്ത കുറേ ചോദ്യങ്ങൾ നമ്മളെ ഇപ്പൊ ഈ ഇന്റർവ്യൂവിന്റെ കോർ എസെൻസ് എന്താ, എന്തിനാണ് ഇപ്പൊ ചിലപ്പോൾ ഞാനൊരു സിനിമ ചെയ്തിട്ടാണ്, ആ സിനിമയുടെ പ്രൊമോഷൻ ആണെങ്കിൽ ആ സിനിമയ്ക്ക് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ആസ് ആൻ ആക്ടർ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് അതായിരിക്കും. അല്ല ഞാനൊരു ഡാൻസ് പ്രോഗ്രാമിൽ എന്തെങ്കിലും സക്സസോ അല്ലെങ്കിൽ പുതിയതായിട്ട് ഞാൻ എന്തെങ്കിലും എക്സ്പെരിമെന്റൽ ആയിട്ട് ചെയ്യുവാണെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുന്നത്. അതൊന്നും ബന്ധപ്പെടുത്താതെ അതിനോട് എനിക്ക് ചിലപ്പോഴൊക്കെ, നോട്ട് ദാറ്റ് എവറി ഇന്റർവ്യൂസ് ലൈക്ക് ദാറ്റ് എന്നല്ല, പക്ഷെ ഒരുപാട് പേര് അത് നല്ല ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്നവരുണ്ട്, ആരെയും ഹേർട്ട് ചെയ്യാതെ. ഇതൊരു ഫ്രണ്ട്ഷിപ്പ് ആയിട്ടാണ് ഞാൻ എപ്പോഴും ഒരു ഇന്റർവ്യൂവിനെ കാണുന്നത്. സോ ആ ഫ്രണ്ട്ഷിപ്പ് നല്ല ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ ഇരു കൂട്ടർക്കും സാധിച്ചാൽ വെൽ ആൻഡ് വെരി ഗുഡ്. പിന്നെ ഒരു കോൺട്രവേഴ്ഷ്യൽ ആക്കി മറ്റുള്ളവരുടെ ഒരു അറ്റൻഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതിനോട് എനിക്ക് യോജിപ്പില്ല. അപ്പം ഈ ഫ്രണ്ട്ഷിപ്പ് ഇതേപോലെ നിലനിർത്തിക്കൊണ്ട് ഞാൻ എന്ത് ചോദിക്കും എന്ന് പറഞ്ഞു തുടങ്ങിയെടുത്ത് നിന്ന് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഈ ഇന്റർവ്യൂ. അപ്പം എന്തായാലും അത്രയും ചേച്ചിയും കൂടെ അത്രയും എന്നോട് സംസാരിച്ചു. ഞാൻ പറയാനുള്ള കഥകൾ സിമിക്ക് ചോദിക്കാനുള്ള കഥ ചോദിച്ചോന്ന് പോലും ഒത്തിരി ഉണ്ട്. പക്ഷേ again this is a beautiful friendship, it's a starting stage. അപ്പൊ നല്ല എന്താ പറയാ, ഇതൊരു again ഒരു ജേർണിയുടെ ഒരു അനദർ ചാപ്റ്റർ ആയിട്ട് ഞാൻ എപ്പോഴും മനസ്സിൽ സന്തോഷമായിട്ട്. താങ്ക് യു സിമി, ഒരുപാട് ഐ നോ യു ഹാവ് ടേക്കൺ ലോട്ട് ഓഫ് എഫർട്ട്സ് ഞങ്ങളെ രണ്ടുപേരും ഒരുമിച്ച് ഇരുത്താൻ വേണ്ടി. എനിക്കും ഒരുപാട് സന്തോഷം സിമി നേഹനെയും ഇതിനകത്ത് ഉൾപ്പെടുത്തിയതിൽ ഒരുപാട് താങ്ക് യു. എല്ലാ ചേട്ടന്മാർക്കും ஸ்பெஷல் தேங்க் யூ. உங்களுக்கு தமிழ்ல தேங்க் யூ சொல்றேன், அவங்களுக்கும் தமிழ்ல. தமிழ்ல மலையாளம். நீங்க மலையாளம், ஆனா நீங்க நல்லாவே தமிழ் பேசிட்டு இருந்தீங்களே. இல்ல இவனானீங்களா? அப்ப பாருங்க, 2 தமிழ்நாட்டுல இருந்து 2 தங்க குட்டிகள் வந்திருக்காங்க. சிங்க குட்டிகள். എനിക്ക് തങ്ക കുട്ടി, അവിടെ സിംഗമാണോ എനിക്ക് സിംഗ കുട്ടികൾ ഇല്ലെങ്കിൽ ഇടിയിട്ടും മുമ്പോ. അപ്പൊ இந்த തങ്ക സിംഗ കുട്ടികൾ അവർക്ക് പ്രത്യേക താങ്ക് യു സിമി. ഇറ്റ് വാസ് റിയലി നൈസ് ടോക്കിംഗ് ടു യു. എനിക്ക് തോന്നുന്നു it should be going good അല്ലേ? അതെ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് now 9633 888 575.